നമസ്കാരം. ചെസ് മാസ്റ്റർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആദ്യത്തെ വേൾഡ് ചാമ്പ്യനായ വില്യം സ്റ്റൈനിറ്റ്സിൻ്റെ അതിമനോഹരമായ ഒരു അറ്റാക്കിംഗ് ഗെയിം പരിചയപ്പെടാം. ഈ ഒരു ഗെയിം അറിയപ്പെടുന്നത് സ്റ്റൈനിറ്റ്സ് ഇമ്മോർട്ടൽ ഗെയിം എന്നാണ്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1895 ഇംഗ്ലണ്ടിലെ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ്. ഇതിൽ വില്യം സ്റ്റൈനിറ്റ്സ് വൈറ്റ് പീസുകളും വോൺ ബാഡ്ലബൻ എന്ന പ്ലെയർ ബ്ലാക്ക് പീസുകളുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. സ്റ്റൈനിറ്റ്സ് E4 കളിക്കുന്നു, ബ്ലാക്ക് E5 കളിക്കുന്നു, നൈറ്റ് F3, നൈറ്റ് C6. അപ്പോൾ സ്റ്റൈനിറ്റ്സ് ഇവിടെ ഇറ്റാലിയൻ ഓപ്പണിംഗ് ആയ ബിഷപ്പ് C4 ആണ് കളിക്കുന്നത്. ഇതിൽ പല വേരിയേഷൻസ് ഉണ്ട്, അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ബിഷപ്പ് C5 ഗീവ്കോ പിയാനോ എന്ന വേരിയേഷനാണ്. അപ്പോൾ ഇതിൽ നിന്നും വീണ്ടും പല വേരിയേഷൻസ് ഉണ്ട്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് C3 ആണ്. അതിൻ്റെ ഉദ്ദേശം അടുത്ത മൂവിൽ D4 പോൺ പുഷ് ചെയ്ത് സെൻറ്റർ ബ്രേക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് നോർമൽ മൂവായ നൈറ്റ് F6 അറ്റാക്കിംഗ് പോൺ ഓൺ E4. അപ്പോൾ സ്റ്റൈനിറ്റ്സ് D4 കളിക്കുന്നു, പോൺ ടേക്സ് പോൺ, പോൺ ടേക്സ് പോൺ, ബിഷപ്പ് B4 ചെക്ക്. അപ്പോൾ നൈറ്റ് C3 കളിച്ച് ആ ചെക്കിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇനി ഇവിടെയുള്ള നോർമൽ മൂവ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ടേക്സ് പോൺ ആണ്. അതിനുശേഷം വൈറ്റ് കാസ്ലിംഗ് നടത്തും. പിന്നെ അത് ഒരു വേരിയേഷൻ ഉണ്ട്, അത് ഞാൻ ഇവിടെ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഇതിന് പകരം ബ്ലാക്ക് കളിക്കുന്നത് D5 ആണ്. അപ്പോൾ പോൺ ടേക്സ് പോൺ, നൈറ്റ് ടേക്സ് പോൺ. അപ്പോൾ സ്റ്റൈനിറ്റ്സ് കാസ്ലിംഗ് നടത്തുന്നു. ഇനി ഇവിടെ നൈറ്റ് ടേക്സ് നൈറ്റ് ആണെങ്കിൽ അത് വൈറ്റിന് അഡ്വാൻറ്റേജ് ആണ് ആ വേരിയേഷൻ. അതിലേക്കും കടക്കുന്നില്ല, കാരണം നമുക്ക് അതിന് മനോഹരമായ ഗെയിം ബാക്കിയുള്ളത് നോക്കാനുണ്ട്. കൂടുതൽ സമയം എടുക്കുന്നില്ല. അപ്പോൾ ബിഷപ്പ് ടു E6 കളിക്കുന്നു, ഡിഫെൻഡിങ് ദ നൈറ്റ്. കാരണം ഇവിടെ നൈറ്റിനെ 2 പീസ് വെച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വീൻ മാത്രമായിരുന്നു ഡിഫെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് ഇവിടെ ഒരു ഡെവലപ്പിംഗ് മൂവ് കളിച്ചിരിക്കുന്നു, അതേപോലെ നൈറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വൈറ്റ് ഇവിടെ ബിഷപ്പ് ടു G5 കളിച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ എൻ്റെ ഡാർക്ക് സ്ക്വയറിലുള്ള ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഒരു സമയത്ത് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ബിഷപ്പ് ടു E7 ആണ് കളിക്കുന്നത്. ഇനി സ്റ്റൈനിറ്റ്സിൻ്റെ ഒരു കാൽക്കുലേറ്റഡ് മൂവ്സ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ സ്റ്റൈനിറ്റ്സ് ചെയ്യുന്നത് തൻ്റെ പീസുകളെ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ആദ്യമായി ബിഷപ്പ് ടേക്സ് നൈറ്റ്, ബിഷപ്പ് ടേക്സ് ബിഷപ്പ്, നൈറ്റ് ടേക്സ് ബിഷപ്പ്, ക്വീൻ ടേക്സ് നൈറ്റ്. അപ്പോൾ ബിഷപ്പ് ടേക്സ് ബിഷപ്പ്, നൈറ്റ് ടേക്സ് ബിഷപ്പ്, അതിനുശേഷം റൂക്ക് ടു E1 പിന്നിങ് ദ നൈറ്റ്. ഈ ഒരു പൊസിഷനാണ് ഈ ഒരു എക്സ്ചേഞ്ചുകൾ നടക്കുന്നതിന് മുന്നേ സ്റ്റൈനിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നൈറ്റ് പിൻഡാണ്, അതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ഇനി കാസലിംഗ് സാധ്യമല്ല. കാസലിംഗ് ചെയ്താൽ ഉടനെ റൂക്ക് ടേക്സ് നൈറ്റ്, അതേപോലെ ക്വീൻ സൈഡ് കാസലിംഗും നടക്കില്ല. അപ്പോൾ തന്നെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ നൈറ്റ് ഇവിടെ ഹാങ് ആണ്. ഇനി ബ്ലാക്ക് അപ്പോൾ കിങ് സെൻട്രലാണുള്ളത്, കിങ്ങിനെ എങ്ങനെയെങ്കിലും കാസൽ ചെയ്യണം. അതിനുവേണ്ടി ബ്ലാക്ക് ഇവിടെ ആദ്യമായി പോൺ ടു F6 പുഷ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ട് കാസലിംഗ് നടത്തുക, അതായത് കിങ്ങിനെ മാനുവലായി 1-2 നീക്കങ്ങൾ നടത്തി റൂക്കിനെയൊക്കെ കൊണ്ടുവന്ന് 2-3 നീക്കങ്ങൾ കൊണ്ട് കിങ്ങിനെ സുരക്ഷിതമായി കാസൽ ചെയ്ത് വെക്കാനാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. ഉടനെ വൈറ്റ് തൻ്റെ അറ്റാക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. ക്വീൻ ടു E2. അടുത്ത മൂവിൽ ക്വീൻ ടേക്സ് നൈറ്റ് ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാനായി ബ്ലാക്ക് ഇവിടെ ക്വീൻ D7 കളിക്കുന്നു. അപ്പോൾ ഇനി വൈറ്റ് ഇവിടെ റൂക്ക് ടു C1 കളിച്ച്
സെമി ഓപ്പൺ C5 കൺട്രോൾ ചെയ്യുന്നു. അതേപോലെ തന്നെ C7 പോണിൽ ഒരു പ്രഷർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് കളിക്കുന്നത് C6 പോൺ പുഷാണ്. അതിൻ്റെ മറ്റൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ D5 പോൺ പുഷിനെ കൺട്രോൾ ചെയ്യുക കൂടിയാണ്. എന്നാൽ സ്റ്റൈനിറ്റ്സ് ഇവിടെ കളിക്കുന്നത്, വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാം, സ്റ്റൈനിറ്റ്സ് ഇവിടെ കളിക്കുന്നത് D5 തന്നെയാണ്. പോണിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു ഉദ്ദേശം നോക്കാം. പോൺ ടേക്സ് പോൺ. അപ്പോൾ സ്റ്റൈനിറ്റ്സ് കളിക്കുന്നത് നൈറ്റ് D4. E6 എന്ന് പറയുന്ന മനോഹരമായ സ്ക്വയർ വീക്കായിരിക്കുകയാണ്. അതിലേക്ക് തൻ്റെ നൈറ്റിനെ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെയധികം അറ്റാക്കിംഗ് ചാൻസ് ഉണ്ട്. കാരണം ആ നൈറ്റ് G7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ C7 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. റൂക്ക് ടു C7 വേറൊരു ത്രെട്ടാണ്. നൈറ്റിനെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല, കാരണം 2 പീസുകൾ കൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ വൈറ്റ് നല്ലൊരു അറ്റാക്കിംഗ് നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഉടനെ തൻ്റെ കിങ്ങിനെ ആർട്ടിഫിഷ്യലായിട്ട് ക്യാൻസൽ ചെയ്യാൻ നോക്കുകയാണ്. ആദ്യമായി കിങ് ടു F7. അപ്പോൾ വൈറ്റ് നൈറ്റ് E6. ഇനി അടുത്ത മൂവിൽ റൂക്ക് C7 വരും, കാരണം നൈറ്റ് ആ സ്ക്വയർ C7 പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ റൂക്ക് ടു C8 കളിക്കുന്നു. ആ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വൈറ്റിൻ്റെ മൂവ് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാം. വൈറ്റ് കളിക്കുന്നത് ക്വീൻ G4. അടുത്ത ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വീൻ ടേക്സ് G7 പോൺ ചെക്ക്. കിങ് ടു E8 പോയി കഴിഞ്ഞാൽ ക്വീൻ F8 ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ഇവിടെ G6 പോൺ പുഷ് നടത്തുന്നു. ഇനി സ്റ്റൈനിറ്റ്സിൻ്റെ നെക്സ്റ്റ് മൂവ് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഒന്നുകൂടി അനലൈസ് ചെയ്ത് നോക്കാം. സ്റ്റൈനിറ്റ്സ് ഇവിടെ കളിക്കുന്നത് അതിമനോഹരമായ ഒരു മൂവാണ്. നൈറ്റ് ടു G5 ചെക്ക്. അതേപോലെ തന്നെ അറ്റാക്കിംഗ് ദ ക്വീൻ, ഒരു ഡിസ്കവേർഡ് അറ്റാക്കാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പോൺ ടേക്സ് നൈറ്റ് ഒരു ഓപ്ഷൻ അല്ല, കാരണം ക്വീൻ ടേക്സ് ക്വീൻ. അപ്പോൾ ഈ ക്വീനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെക്കിൽ നിന്ന് മാറണം. അതിനായി ബ്ലാക്ക് കളിച്ചിരിക്കുന്നത് കിങ് ടു E8. ഇനി അടുത്ത സ്റ്റൈനിറ്റ്സിൻ്റെ മൂവ് അതിലും മനോഹരമായ ഒരു മൂവാണ്. വേണമെങ്കിൽ ഒന്നുകൂടി വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. സ്റ്റൈനിറ്റ്സിൻ്റെ അടുത്ത മൂവ് റൂക്ക് ടേക്സ് നൈറ്റ് ചെക്ക്. ഇവിടെ ഈ റൂക്കിനെ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആയി തോന്നിയേക്കാം, നൈറ്റിന് പകരം റൂക്കിനെ സാക്രിഫൈസ് ചെയ്ത പോലെ. എന്നാൽ ഈ റൂക്കിനെ വെട്ടിമാറ്റി കഴിഞ്ഞാൽ വൈറ്റിന് ഉടനെ നല്ല അറ്റാക്കിംഗ് ചാൻസ് കിട്ടും. നമുക്ക് നോക്കാം. റൂക്ക് ടേക്സ് ക്വീൻ ടേക്സ് റൂക്ക് ആണെങ്കിൽ റൂക്ക് ടേക്സ് റൂക്ക്, റൂക്ക് ടേക്സ് റൂക്ക്, ക്വീൻ ടേക്സ് റൂക്ക്, ക്വീൻ D8, ക്വീൻ ടേക്സ് ക്വീൻ, കിങ് ടേക്സ് ക്വീൻ. ഇങ്ങനെയുള്ള ഒരു എക്സ്ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ വൈറ്റിനൊരു നൈറ്റ് ലാഭമായി ലഭിക്കുകയും നൈറ്റ് ഉപയോഗിച്ച് ബാക്കിയുള്ള പോണുകളെല്ലാം വെട്ടിമാറ്റി വൈറ്റിൻ്റെ പോണുകളെ അവസാനത്തെ 8ാമത്തെ റാങ്കിലെത്തിച്ച് ക്വീനായി പ്രൊമോട്ട് ചെയ്ത് കളി ജയിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്വീൻ ടേക്സ് റൂക്ക് ഒരു ഓപ്ഷനല്ല. അടുത്തത് കിങ് ടേക്സ് റൂക്ക് ആണെങ്കിൽ ഉടനെ വൈറ്റിന് റൂക്ക് ടു E1 ചെക്ക് കൊടുക്കാം. ഇനി കിങ്ങിനെ ക്വീനോട് അടുത്ത് തന്നെ നീക്കണം, അല്ലെങ്കിൽ ക്വീൻ ടേക്സ് ക്വീൻ വരും ഇങ്ങോട്ട് വല്ലതും നീക്കിയാൽ. അപ്പോൾ കിങ് ടു D8 പോയി കഴിഞ്ഞാൽ നൈറ്റ് E6 ചെക്ക്. കിങ് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ E7ലേക്ക് തിരിച്ചു വന്നാൽ നൈറ്റ് C5 ഡിസ്കവേർഡ് ചെക്ക്. അതേപോലെ തന്നെ ഒരു അറ്റാക്ക് ക്വീനിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ നൈറ്റ് കൊണ്ട് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ കിങ് D6 വന്നു കഴിഞ്ഞാൽ നൈറ്റ് ടേക്സ് ക്വീൻ ചെയ്യാം. അതിലും നല്ലത് ക്വീൻ ടേക്സ് ക്വീൻ ചെക്ക്, കിങ് ടേക്സ് നൈറ്റ്, റൂക്ക് C1 ചെക്ക്. അപ്പോൾ കിങ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് റൂക്കിനെ എക്സ്ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ക്വീൻ അധികമായി
ഉണ്ടാവുകയും വൈറ്റിന് അനായാസം ജയിക്കാനും പറ്റും. അപ്പോൾ ഇവിടെ കിങ് ടേക്സ് റൂക്കും ഒരു ഓപ്ഷനല്ല. അപ്പോൾ ക്വീൻ ടേക്സ് റൂക്കും നടക്കില്ല, കിങ് ടേക്സ് റൂക്കും നടക്കില്ല. അപ്പോൾ ആകെ ഇനി കിങ് ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ഉടനെ അത് ചെക്ക്മേറ്റ് ആണ്. ക്വീൻ ടേക്സ് ക്വീൻ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് കിങ് ടു D8 ഒരു മൂവല്ല. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ആകെയുള്ള ഒരു മൂവാണ് കിങ് F8. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ വൈറ്റിൻ്റെ എല്ലാ പീസുകളും ഹാങ്ങിങ് ആണ്. അതായത് ക്വീൻ ടേക്സ് റൂക്ക് ഒരു ത്രെട്ടാണ്, ക്വീൻ ടേക്സ് ക്വീൻ വേറൊരു ത്രെട്ടാണ്, പോൺ ടേക്സ് നൈറ്റ് വേറൊരു ത്രെട്ടാണ്, കിങ് ടേക്സ് റൂക്ക് വേറൊരു ത്രെട്ടാണ്. അതുമാത്രമല്ല റൂക്ക് ടേക്സ് റൂക്ക് ചെക്ക് മേറ്റ് ത്രെട്ട് കൂടിയുണ്ട്. എന്നാൽ ഇതിനൊന്നും ഇടകൊടുക്കാതെ സ്റ്റൈനിറ്റ്സ് തൻ്റെ അറ്റാക്കിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരു മൂവ് എങ്കിലും പാളി പോയി കഴിഞ്ഞാൽ ഇവിടെ റൂക്ക് ടേക്സ് റൂക്ക് ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്റ്റൈനിറ്റ്സ് ചെയ്യുന്നത് റൂക്ക് F7 ചെക്ക്. ഇനി കിങ് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, അതായത് E8ലേക്ക് കിങ്ങിന് വരാൻ പറ്റില്ല, കാരണം ക്വീൻ ടേക്സ് ക്വീൻ ചെക്ക് മേറ്റ് ആവും. അതുകൊണ്ട് തന്നെ കിങ് G8ലേക്ക് മാറുന്നു. ഇപ്പോഴും ഈ ഒരു പൊസിഷനിലും ക്വീൻ ടേക്സ് റൂക്ക് ഒരു ഓപ്ഷൻ അല്ല. കാരണം ക്വീൻ ടേക്സ് റൂക്ക് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെട്ടിമാറ്റാൻ, നൈറ്റ് കൊണ്ട് ക്വീനെ വെട്ടിമാറ്റാൻ പറ്റില്ല, കാരണം അത് റൂക്ക് ടേക്സ് റൂക്ക് ചെക്ക്മേറ്റ് ആവും. അപ്പോൾ അതിന് പകരം സ്റ്റൈൻസ് കളിക്കുക റൂക്ക് ടേക്സ് റൂക്ക്, റൂക്ക് ടേക്സ് റൂക്ക്, ക്വീൻ ടേക്സ് റൂക്ക് ചെക്ക്. അതിനുശേഷം ക്വീനെ കൊണ്ട് കവർ ചെയ്താൽ ക്വീനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം അധികമുള്ള നൈറ്റ് ഉപയോഗിച്ച് പോണുകളെ വെട്ടിമാറ്റി പിന്നെ തൻ്റെ പോണുകളെ ക്വീനാക്കി പ്രൊമോട്ട് ചെയ്ത് കളി ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്വീൻ ടേക്സ് റൂക്കും ഒരു ഓപ്ഷൻ അല്ല. അപ്പോൾ ഇവിടെ ബ്ലാക്ക് ക്വീൻ ടു G8 കളിക്കുന്നു. ഇപ്പോഴും അതേ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യുന്നു. റൂക്ക് G7 ചെക്ക്. ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ക്വീൻ ടേക്സ് റൂക്ക് നടക്കില്ല, നേരത്തെ പറഞ്ഞ അതേ വേരിയേഷനിലേക്ക് കളി പോകും. കിങ് ടേക്സ് റൂക്ക് പറ്റില്ല, കാരണം ക്വീൻ ടേക്സ് ക്വീൻ ചെക്ക് ആണ്. കിങ് ടേക്സ് റൂക്ക് ആണെങ്കിൽ ക്വീൻ ടേക്സ് ക്വീൻ ചെക്ക്, പിന്നെ റൂക്കിനെയൊക്കെ വെട്ടിമാറ്റാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ കിങ് ടു H8 കളിക്കുന്നു. അപ്പോൾ റൂക്ക് ടേക്സ് പോൺ ചെക്ക്. ഈ ഒരു സമയത്ത് ബ്ലാക്ക് കളി മതിയാക്കി റിസൈൻ ചെയ്ത് പോവുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സ്റ്റൈനിറ്റ്സ് തൻ്റെ റൂമിലിരുന്ന ബാക്കിയുള്ള ആൾക്കാർക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ വിവരിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്, അത് ചെക്ക്മേറ്റ് എങ്ങനെയാവുമെന്നുള്ളത്. കാരണം ഇവിടെ ബ്ലാക്ക് ഇങ്ങോട്ടേക്ക് G8ലേക്ക് കിങ്ങിനെ മൂവ് ചെയ്താൽ ഉടനെ വീണ്ടും നേരത്തെ പറഞ്ഞ പൊസിഷനിലേക്ക് റൂക്ക് G7 ചെക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ ഒരു പോൺ ഉണ്ടായിരുന്നു, H7 സ്ക്വയറിൽ ഒരു പോൺ ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ ആ പോൺ ഇല്ല. അതുകൊണ്ട് തന്നെ കിങ് ടു H8 വന്നു കഴിഞ്ഞാൽ ഉടനെ ക്വീൻ H4 ചെക്ക്. അപ്പോൾ കിങ് ടേക്സ് റൂക്ക്, അപ്പോൾ ക്വീൻ H7 ചെക്ക്, കിങ് ടു F8, ക്വീൻ H8 ചെക്ക്, കിങ് E7, ക്വീൻ G7 ചെക്ക്, കിങ് E8, ക്വീൻ G8 ചെക്ക്, കിങ് E7, ക്വീൻ F7 ചെക്ക്, കിങ് D8, ക്വീൻ F8 ചെക്ക്, ക്വീൻ E8 കവറിംഗ് ദ ചെക്ക്. അപ്പോൾ നൈറ്റ് F7 ചെക്ക്, കിങ് D7, ക്വീൻ D6 ചെക്ക്മേറ്റ്. അപ്പോൾ ഈ ഒരു ഫോഴ്സ്ഡ് ചെക്ക്മേറ്റ്
മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ റിസൈൻ ചെയ്ത് പോവുകയാണ്. ഈ ഒരു പൊസിഷൻ വേറെ ഏത് വിധത്തിൽ ബ്ലാക്ക് റെസ്പോണ്ട് ചെയ്താലും ഇവിടെ വൈറ്റിന് ജയിക്കാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വേരിയേഷൻസ് ഇവിടെ നിന്നും അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗെയിം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻസിൽ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.